ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തളർന്നു കിടക്കുന്ന അച്ചമ്മയ്ക്ക് പോലും പ്രകാശേട്ടന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല. കണ്ടില്ലേ? ഓ, ഇഷ്ടപ്പെടുന്നവരിവിടെ ഉണ്ടല്ലോ. ആയിക്കോ ആയിക്കോ. ഒന്ന് വിളിച്ചു ചോദിക്കാൻ കുഞ്ഞിന്റെ നമ്പരും വാങ്ങിയില്ല. അതാ അബദ്ധം പറ്റിയത്. ഓ, നമ്പർ തരുന്ന കാര്യം ഞാനും ഒന്ന് മറന്നുപോയി. ഇത് ക്ഷേത്രത്തിലെ പ്രസാദ. ഒന്ന് തൊഴുതു മടങ്ങാൻ പോയതാ. അപ്പ അവിടെ സപ്താഹയജ്ഞം നടക്കുന്നു. കുറച്ചു നേരം അതും കേട്ടങ്ങിരുന്നു. നാളെ നിങ്ങളും കൂടെ പോര്, നമുക്ക് ഒരുമിച്ച് തൊഴാം. ഇല്ല മോനെ, തൽക്കാലം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങള്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അല്ല, നിങ്ങളെന്താ ആഹാരം കഴിക്കഞ്ഞ്? മോനും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട. അങ്ങനെ അത്താഴം കഴിക്കാൻ ഞാൻ വരാൻ കാത്തിരിക്കുമായിരുന്ന ഒരമ്മയ്ക്ക് വലിച്ചോറ് ഉരുട്ടി വെച്ചിട്ടാ ഞാൻ വന്നേ. കുഞ്ഞെ, സമയമാവുമ്പോ എല്ലാവർക്കും പോയേ പറ്റൂ. പിടിച്ചു നിർത്താനാവില്ലല്ലോ. അറിയാം, പക്ഷേ മടങ്ങിപ്പോകാൻ സമയമാകും വരെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം കൊടുക്കായിരുന്നല്ലോ. അതിനു പോലും കഴിയാതെ പോയ പാപിയായിപ്പോയി ഞാൻ. കുഞ്ഞെ, പാവൻ രഘു, അവന് നല്ല വിഷമമുണ്ട്. ഭക്ഷണം കഴിക്കാൻ മാധവേട്ട. പാവം, ആ കുഞ്ഞ് കഴിച്ചിട്ടുണ്ടാവോ ആവോ. എന്തു പറ്റി മാധവേട്ട? ഒന്നുമില്ല. അവിടെ അമ്മ ആഹാരം കഴിച്ചിട്ടുണ്ടാവോ? മാധവേട്ട, അമ്മയ്ക്ക് കൃത്യമായി ഭക്ഷണമൊക്കെ കൊടുക്കാൻ അവിടെ സുചിത്രയും വന്ദനയൊക്കെ ഉണ്ടല്ലോ. അവര് നോക്കിക്കോളും. മാധവേട്ടൻ കഴിക്ക്. ചന്ദ്രു കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞാ പറ്റില്ല. ഇതാ, ചന്ദ്ര എന്തിനാ കരയുന്നത്? കടൽ തീരത്ത് എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമായിരുന്നു. മാധവേട്ടനൊപ്പം ജീവിച്ച ഒരിക്കലും മരിക്കാൻ തോന്നില്ല. ആ സമയത്ത് രഘുവിനെ അയച്ചത് ചിലപ്പോ നമ്മൾ ഇന്നും വിളിക്കാറുള്ള ദേവി തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് അവിടെ നമ്മളെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല. നീ കേട്ടിട്ടില്ലേ, ദൈവം പലപ്പോഴും പല രൂപത്തിലും വരുമെന്ന്? ഇന്ന് വന്നത് രഘുവിന്റെ രൂപത്തിലാ. ശ്രീ പരമേശ്വര,
അച്ഛമ്മേ. സുചിത്രടുത്തി എന്താ മരുന്ന് കഴിക്കുന്നില്ലേ? മരുന്നോ? ഇന്നത്തെ ദിവസം ഒരു സ്പൂണ് കഞ്ഞി പോലും അച്ഛമ്മ കുടിച്ചിട്ടില്ല. ചുറ്റും ആരെയൊക്കെയോ പരിധി നോക്കുക. മരുന്ന് കുടിക്ക അച്ഛമ്മേ. അച്ഛമ്മേ, ഇത് കുടിക്ക്. മുത്തശ്ശിയുടെ മോനും മരുമകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും ഗുരുവായൂർക്ക് പോയിരിക്കുക. നാളെ രാവിലെ തന്നെ ഗുരുവായൂരപ്പന്റെ പ്രസാദമായിട്ട് അവരിങ്ങ് തിരിച്ചെത്തും. മുത്തശ്ശി മരുന്ന് കഴിക്കേ. അതെ, ഈ മരുന്ന് കഴിച്ചാലേ ഗുരുവായൂരിന്ന് കൊണ്ടുവരുന്ന പാൽപായസത്തിന്റെ യഥാർത്ഥ മധുരം അറിയാൻ പറ്റൂ. അമ്മയ്ക്കും അച്ഛനും ഒന്നുമില്ല അച്ഛമ്മേ. അച്ഛമ്മ സങ്കടപ്പെടാതിരിക്ക, മരുന്ന് കഴിക്ക. ഞാനല്ലേ പറയുന്നേ. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് കട്ടൻ വേണോ? ദാ. തളർന്നു കിടക്കുന്ന അച്ഛമ്മയ്ക്ക് പോലും പ്രകാശേട്ടന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല. കണ്ടില്ലേ? ഓ, ഇഷ്ടപ്പെടുന്നവരിവിടെ ഉണ്ടല്ലോ. ആയിക്കോ ആയിക്കോ. ഓ. അമ്മേ, വാ. കേറി വാ അമ്മേ. മാനത്തെ കൊട്ട